ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൂവാറ്റുപുഴ, നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും പൂർണ്ണ ആരോഗ്യവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. മക്കൾ ക്രിസ്തു യേശു ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാകട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്തോട്ടോ. മതത്തിൻ്റെ ദൈവമായിട്ടല്ല, യേശുപ്പനെ ഒരു കൂട്ടുകാരനായിട്ടെന്ന് കരുതി നോക്കിക്കേ. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വന്നില്ല. എന്നോട് ചോദിച്ചു, നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമമെല്ലാം പറയുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ പറയുക, യേശുവിനെ അറിയാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ ഒരു മതവും മാറണ്ട. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്ത്യാനിയായിട്ട് യേശുവിനെ അറിഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം AD-BC പോലെ മാറി. അപ്പം ഞാനത് കാരണം, നമ്മളിപ്പോൾ ഒരാൾ അമേരിക്കയിൽ പോയി അമേരിക്ക ഇഷ്ടപ്പെട്ടാൽ സ്വന്തക്കാരെയല്ല ബാ 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 എന്ന് പറഞ്ഞ് കൊണ്ടുപോകണില്ലേ, അതുപോലെ തന്നെ എനിക്ക് ജീവിതത്തിൽ അനുഗ്രഹം കിട്ടിയപ്പോഴാണ് ഞാനും നിങ്ങളോട് യേശുപ്പൻ്റെ ദൈവരാജ്യത്തിലിട്ട് ബാ 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 പറഞ്ഞ് വിളിക്കണേ. അപ്പോൾ ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാതെ. നല്ല സുഖാട്ടോ ദൈവരാജ്യത്തിൽ. അവിടെ നായി നോക്കിക്കേ. 1 യോഹന്നാൻ 2:1. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപമൊക്കെ പ്രായശ്ചിത്തമാകുന്നു. ആമേൻ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നില്ല, ഞാൻ എന്ത് പാപം ചെയ്തു. പണ്ട് കുമ്പസാരിക്കാൻ ഞങ്ങൾ ഇങ്ങനെ വർഷത്തിലൊരിക്കലാട്ടെ ഈ കാത്തലിസൊക്കെ എപ്പോഴും കുമ്പസാരിക്കുമെന്ന് തോന്നുന്നു. കുമ്പസാരിച്ച് കുർബാനകളും ഇങ്ങനെ എനിക്ക് അറിഞ്ഞുകൊണ്ടട്ടെ. യാക്കോബിസ് നല്ലതായിട്ട് ഇങ്ങനെ എന്നും കുമ്പസാരിക്കുന്നവർ കാണും. ഞാനൊക്കെ പണ്ട് വർഷത്തിലൊരിക്കലാണ് എന്നിട്ട് ഓർത്തിരിക്കും എന്നൊക്കെ ചെയ്തു എന്ന്. ഞാൻ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കാൻ പോയിട്ട് പറഞ്ഞ് എന്ത് പറഞ്ഞാലും അച്ഛൻ പറയും അതൊന്നും പാവമല്ലെന്ന്. 1 മണിക്കൂർ ഇരുന്ന് എഴുതി ഓർത്തൊക്കെ പറയും. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ കുമ്പസാരിക്കുന്നത് യേശുവിൻ്റെ മുമ്പിലാണ്. അപ്പോൾ യേശുപ്പ ഇത് പറ്റിപ്പോയി. യേശുബ്രാൻ പറയണില്ലേ, ഒരു സ്ത്രീയെ പാപം ചെയ്ത് ഒരു സ്ത്രീയെ മുന്നേ കൊണ്ടുവന്നിട്ട് അവളെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ യേശുബ്രാൻ പറഞ്ഞില്ലേ, പാപമില്ലാത്തവനെ അവളെ കല്ലെറിയട്ടെ എന്ന്. ആ സ്ത്രീയോട് എന്നാ പറഞ്ഞേ, നിൻ്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി മേലാൽ പാപം ചെയ്യരുത്. അപ്പം നമ്മളൊരു പാപം ചെയ്തു പോയെങ്കിൽ അതിൻ്റെ കുറ്റബോധവും പാപബോധവും കൊണ്ട് ഇങ്ങനെ നമ്മൾ അങ്ങനെ വിഷമിക്കണ്ട. സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയൊക്കെ ഒരു മാനസാന്തരം എന്ന് അല്ല, കുമ്പസാരമുള്ള കാരണം അവർക്ക് മാനസികമായിട്ട് അവരുടെ ഇത് ഒത്തിരി സമാധാനമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഒരു തെറ്റ് പറ്റിപ്പോയെങ്കിൽ ദൈവത്തിനോട് ക്ഷമ ചോദിച്ചിട്ട് പിന്നെ ആ തെറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതി. അത് വേറൊരു മതത്തിലും പറഞ്ഞിട്ടില്ല. യേശുബ്രാൻ്റെ ഒരു അനുഗ്രഹം കേട്ടോ. അപ്പം നമുക്കവിടെ ഒരു വിടുതലുണ്ട്. ഇനി അതോർത്തോണ്ട് എപ്പോഴും ഇരിക്കേണ്ട. ദൈവം ക്ഷമിച്ചു, പിന്നെ മേലാൽ ആ പാപം അറപ്പോടും വെറുപ്പോടും കൂടി ഉപേക്ഷിച്ചിട്ട് പിന്നെ ചെയ്യാണ്ടിരുന്നാൽ മതി. അപ്പം ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ സമ്മാനത്തിൻ്റെ കാര്യം മറക്കരുത്. ഷെയർ ചെയ്ത് ആദ്യമായിട്ട് യൂട്യൂബിൽ കാണുന്നവർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക. അല്ലാത്തവർ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന് കിട്ടുമല്ലോ. യൂട്യൂബിൽ അതൊന്ന് ഇങ്ങനെ ലിങ്കൊക്കെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക. ഇതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്താൽ ഓൺലൈനിൽ ഓർഡർ ത്രൂ വാട്സപ്പ് നമ്പറിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ എല്ലാ ദിവസവും ഈ വന്നതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫെബ്രുവരി ആദ്യത്തെ ആഴ്ച ഞെറുക്കെടുത്ത് 1000 രൂപയുടെ ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നും അല്ല, ദൈവം ഒത്തിരി അനുഗ്രഹിക്കും. ഞങ്ങളുടെ സമ്മാനമൊന്നും അല്ല വലിയ സമ്മാനം. ഇപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി ഒത്തിരി ഇപ്പോൾ ഫങ്ഷൻ്റെ കാലമല്ലേ, ഫങ്ഷൻ വെയറിൻ്റെ കോപ്പർ വർക്ക് ജോർജറ്റിൽ ഫുള്ള് വർക്കാട്ടോ. സാരി ഫുള്ള് തന്നെ വരും ഈ എംബ്രോയ്ഡറി ജോർജറ്റിൽ കോപ്പറിൽ ഇങ്ങനെ വർക്ക്. ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ബ്ലൗസ് പീസ് പ്ലെയിൻ വന്നിട്ട് കയ്യേലൊക്കെ ഇങ്ങനെ വർക്കുണ്ട്. ഇത് ഫുള്ള് എംബ്രോയ്ഡറി ആട്ടോ, ഫുള്ള് സൂപ്പർ. ഇങ്ങനെ നല്ല തിക്ക് ബോർഡർ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. വലിയ കാര്യമൊന്നുമില്ല, 2290 രൂപയുള്ളൂ. ഇത് മുന്തിരി കളർ, അധികം വിടത്തണില്ല. റാണി പിങ്ക്. പണ്ടത്തെ ട്രഡീഷണൽ കളേഴ്സൊക്കെ മടങ്ങി നിന്ന് തുടങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് കളേഴ്സാണ് ഇങ്ങനെ ട്രഡീഷണൽ കളറ്. ഇപ്പോൾ പേസ്റ്റൽ ചാർട്ടിലും കൂടുതൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ട്രഡീഷണൽ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങി നമുക്ക് നല്ലതാണ് കൊടുത്താൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2290 ഉള്ളൂ. ഇനി എല്ലാം നല്ല കളേഴ്സാണ് കേട്ടോ. ടീൽ ബ്ലൂ, ഈ കോപ്പർ ആണെന്നുള്ളതും ഒരു ഗുഡാണ്.
എൻ്റെ ഷോളാണെങ്കിൽ ഈ ഓർഗൻസയുടെ ആയത് കാരണം ഊർന്നു പോവുക. വൺ ലെയറൊക്കെ ഇടാൻ നല്ലതായിരിക്കും കേട്ടോ. അതേ കണ്ടോ, നെല്ലും അടിക്കില്ല. അതേ സൂപ്പറാട്ടോ. 2290 ഉള്ളൂ. ആദ്യമായിട്ട് കാണിക്കണം, കാരണം പെട്ടെന്ന് തീരാനാ ചാൻസ്. ചാടി വെബ്സൈറ്റിൽ എടുക്കുന്നവർ ചാടി വെബ്സൈറ്റിലെടുക്കുക. അല്ലാത്തവർ വാട്സപ്പിൽ 4 പിള്ളേരുണ്ട്, വാട്സപ്പ് കോൾ വിളിച്ചാൽ മതി. അടിപൊളി ഒരു പിന്നെ സഫയർ ഗ്രീൻ അല്ലോ, ബ്ലൂവും ഗ്രീനോടെ കൂടിയ സൂപ്പർ കളർ. പേര് ഓർമ്മയില്ല. ഇവിടെ ആർക്കും പേരറിയാൻ പാടില്ല. പിന്നെ തമ്മിപ്പേദം തൊമ്മൻ എന്നൊക്കെ പറയണ തൊമ്മൻ ഞാനാ. അവരോട് പേര് ചോദിച്ചാൽ അവർക്ക് അത്രയും പോലും അറിയാൻ പാടില്ല. ഇത് കണ്ടോ, സിൽക്കിലെ ബനാറസ്. അടിപൊളി ന്യൂ ഷെയ്ഡാട്ടോ. ഈ മെറ്റീരിയലാണ്, സിൽക്കിലാട്ടോ. ഇതാ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസിൻ്റെ അരികത്തും ഇതുണ്ട്. ഭയങ്കര സോഫ്റ്റ്, അടിപൊളി. ഇതേ നല്ല സാരി. അയ്യോ, ഇതിന് വലിയ വിലയില്ല കേട്ടോ. ഇത് ഗ്രാൻഡ് സാരി ആട്ടോ. ഈ കളറ് സൂപ്പറാണ്. 2399 ഉള്ളൂ കേട്ടോ ഈ സാരി. അയ്യോ, സിൽക്ക് മെറ്റീരിയലിൽ അതേ കണ്ടോ, ആ മെറ്റീരിയലിൽ എന്ത് ഗ്രാൻഡാ. ഇങ്ങനെ ഈ സിൽവർ കളർ പോലെ ഇരിക്കും, ലൈറ്റ് ആഷ് പോലെ. എന്നിട്ട് അതിൽ ആൻറ്റിക് ബനാറസ് ബോർഡറും. അയ്യോ, എന്ത് ഭംഗിയാണ്. എല്ലാ കളേഴ്സും നല്ലതാട്ടോ. അടിപൊളി. കുറേ തയ്ച്ചു വെച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നും കല്യാണത്തിന് പോകാനുണ്ട്. ഇന്നലെയും കല്യാണമായിരുന്നു. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ മക്കളുടെ കല്യാണം, അങ്ങനെയൊക്കെ ഒത്തിരി കല്യാണങ്ങളാണ്. കസിൻസൊക്കെ എൻ്റെ കല്യാണത്തിന് പോകാൻ കൊതിയായിരുന്നു. എപ്പോഴും കല്യാണമായി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഒത്തിരി കല്യാണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറി മാറി ഉടുക്കുകയും ചെയ്യാം. കനെന്ന് പറയുന്ന സംഭവമില്ല. ഒതുങ്ങി സോഫ്റ്റ് സിൽക്കിൽ ബനാറസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഇതല്ലേ ട്രെൻഡ്. ഇനി ഒരു 2-3 വർഷത്തേക്ക് ഇതായിരിക്കും തരംഗം. പിന്നെ ഇത് ഔട്ടാവൂല. ഇത് കണ്ടാൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലുക്കല്ലേ. സിൽക്കിലാവുമ്പോൾ ഇത് എന്തൊരു ഭംഗിയാന്ന് നോക്കി. സൂപ്പർ സംഭവം കേട്ടോ. ഇതൊരു അടിപൊളി സൂപ്പറാട്ടോ. നല്ല പീസ് ചാട്ട്. പെട്ടെന്ന് എടുത്തോട്ടോ. നമുക്കിപ്പോൾ ഈ വിലയുടെയൊക്കെയുള്ള എല്ലാവരും ചാടി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫങ്ഷൻ വെയറിന് വലിയ വിലയില്ല. 2000-യുടെ അടിപൊളി സാരി. ഇത് കണ്ടാൽ ആർക്കും എടുക്കാൻ തോന്നാത്തത് കേട്ടോ. അയ്യോ, ഇതൊരു ഭംഗിയിലെ സാമ്പിളാണ്. ഇത് നമ്മൾ റീസ്റ്റോക്ക് സാരി ആട്ടോ. ഇത് എന്തോരം റീസ്റ്റോക്ക് ഉണ്ടെങ്കിലും നമുക്ക് കടയിൽ ഒരു പീസ് പോലും ഇല്ലാത്ത പോലെ വിറ്റ് കൊള്ളണേ. 999 അല്ലേ. ഈ റണ്ണിങ് തന്നെയാട്ടോ ബ്ലൗസ് പീസ്. ഇനിയിപ്പോൾ ബ്ലൗസ് വേണ്ടാത്തവരൊരു വെള്ളയിൽ എന്തെങ്കിലും വർക്കുള്ള ഇപ്പോഴത്തെ ട്രെൻഡല്ലേ. ഒരു ബ്ലൗസ് തയ്ച്ചാൽ 2 സാരി എടുത്തപ്പോൾ ഒരു ബ്ലൗസും മതി. 999 ഉള്ളൂ. നല്ല പേസ്റ്റൽ ഗ്രീനാണ് ഇപ്പോൾ കണ്ടത്. ഇതിന് പിന്നെ പീച്ച്. സൂപ്പർ സംഭവം. നല്ല സംഭവമാണ്. അടിപൊളി സംഭവമാണ്. ബ്ലൂ, നേവി ബ്ലൂ ആട്ടോ. സൂപ്പറാട്ടോ. അടിപൊളിയാണ്. ഇത് ഉടുത്താലും നല്ല. ഇതിൻ്റെ തന്നെ ഒറിജിനൽ നമുക്ക് താഴെ ഇരിപ്പുണ്ട്. 2000-യുടെ ഇരിപ്പുണ്ട്. 4000 സംതിങ്ങിൻ്റെ ഉണ്ടായിരുന്നു. അതിപ്പോൾ തീർന്നുപോയി. അതിൻ്റെയൊക്കെ ഫസ്റ്റ് കോപ്പിയാണ് ഇത്. ഇതിങ്ങനെ കിട്ടി തുടങ്ങിയ പിന്നെ ഞാനത് ഇങ്ങനെ എടുക്കാത്ത. ശരിക്കും ഒറിജിനൽ ടസറേ നല്ലതല്ലേ. സൂപ്പർ മുന്തിരി കളർ. ഇതപ്പടി ഇങ്ങനെ റണ്ണിങ് ഒരു വർക്കും ഉണ്ട്. അങ്ങനെയൊന്നും ഒട്ടിക്കിടക്കൂല എന്നാൽ പറഞ്ഞു ഇരിക്കൂല. ഗ്രാൻഡ് ലുക്ക് കൊടുത്താലും പെട്ടെന്ന് കണ്ടാൽ ഒരു മതിപ്പ് തോന്നും കേട്ടോ. ഈ വിലയുള്ളതിലും ആൾക്കാർക്ക് കൊടുക്കാനും എടുക്കാനും പ്രസൻറ്റ് കൊടുക്കാനും ഒക്കെ. ഇപ്പം സാരി വലിയ ഫാഷനല്ലേ. ഇപ്പം സാരി ഇപ്പം ഇങ്ങനെ സാരി ഇങ്ങനെ നമുക്കൊരു ഫങ്ഷനൊക്കെ എല്ലാവർക്കും, കുഞ്ഞു പിള്ളേർക്കും വലിയവർക്കും എല്ലാവർക്കും സാരി ഉടുക്കണമെന്ന്. ബ്ലാക്ക്. ഇത്
ഇപ്പോൾ ഈ ഫങ്ഷൻ വെയർ കാലമായിട്ടാട്ടോ, ഇപ്പോൾ എപ്പോഴും ഫങ്ഷനുകളായിട്ടാണ്. ഇത് നമ്മുടെ ടോണാണ്, സോഫ്റ്റ് സിൽക്ക്. ഇങ്ങനെ കോപ്പർ ജെറി ഇങ്ങനെ പോയിട്ടുണ്ട്. ബാവഞ്ചി ബോർഡർ പോലെ ബനാറസിൻ്റെ സെമി ബനാറസ് സിൽക്ക് സാരികളാണ്. അടിപൊളി. ഇതിലിങ്ങനെ വർക്ക് പോയേക്കണ കാണാൻ പോലുമില്ല. ഭയങ്കര കോപ്പർ ഗ്രാൻഡ് സാരി. ബ്ലൗസ് പീസും ഒരു ഇതേ സെയിം വർക്കിൻ്റെ ഒക്കെ ആട്ടോ ബ്ലൗസ് പീസും. അല്ലേ ബ്ലൗസും ഏതിലെ പോയി ബ്ലൗസ്? കിട്ടിപ്പോയി. ഇതാ നല്ല ഉടുത്താലും നല്ലതാ. നല്ല ട്രഡീഷണൽ കളേഴ്സൊക്കെ വന്നേക്കണേ. നല്ല ബോട്ടിൽ ഗ്രീൻ. 1390 ഉള്ളു വില. അതൊരു ഒത്തിരി നല്ലതാ. ഉടുത്ത് കണ്ട നമ്മൾ കഴിഞ്ഞ ദിവസം ഹാപ്പി കസ്റ്റമർ കൊച്ചിൻ്റെയൊക്കെ കാണിച്ചില്ലേ? അപ്പോൾ ഇത് ഉടുത്താൽ ഭയങ്കര ഈ വിലയേ ഉള്ളൂ എന്ന്, ആ കൊച്ചിൻ്റെ സാരിക്ക് വിലയേ ഉള്ളൂ എന്ന് കേട്ടിട്ട് എല്ലാവരും ഞെട്ടിപ്പോയെന്ന് പറഞ്ഞത്. ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് ഒതുങ്ങിയിരിക്കും. ഇത് ഞെറിഞ്ഞു കുത്തി ഞാൻ കഴിഞ്ഞ ദിവസം ഓർത്തു എനിക്കൊന്ന് ഞെറിഞ്ഞു കുത്തിയാലോ എന്ന്. ഇച്ചിരി വയറൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നു. ഞെറിഞ്ഞു കുത്തുമ്പോൾ നമുക്ക് നല്ല ഒതുക്കമൊക്കെ വരും. ഇപ്പം വയറുള്ളവരൊക്കെ അയച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങ് പിടിക്കുക, അപ്പോൾ വയററിയില്ല. മെല്ലിച്ച് നല്ല ഷേപ്പുള്ളവർ ഞെറിഞ്ഞു കുത്തുക, അപ്പോൾ നല്ല ഷേപ്പൊക്കെ അറിയുമല്ലോ. പക്ഷെ ഇപ്പോൾ മെല്ലിച്ച് പിള്ളേരൊക്കെ അഴിച്ചിടുക, വണ്ണം തോന്നിക്കാനായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ട്രെൻഡ് ഇപ്പം അങ്ങനെ അഴിച്ചിടുന്നതായിട്ടായിരിക്കും. നല്ല കളേഴ്സാട്ടോ, അടിപൊളി നല്ല കളേഴ്സാണ്. 1399 ഉള്ളൂ കേട്ടോ. നല്ല സൂപ്പർ സാരികളാ, പെട്ടെന്ന് എടുത്തോ. എന്ത് രസം. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കാണിച്ചത് അല്ലേ? ഇതിൻ്റെ ബോർഡർ വ്യത്യാസമുണ്ട് കേട്ടോ. നല്ല സാരി കേട്ടോ, അടിപൊളി സാരിയാണ്. ഇനി ഒരു കോട്ടൺ സാരി ആട്ടോ, നല്ല കോട്ടൺ സാരി. നല്ലൊരു പോച്ചമ്പള്ളി പോലത്തെ ഒരു ആ ലുക്കുള്ള മോച്ചായുള്ള നല്ലൊരു പ്രിൻ്റ്. ഇപ്പോൾ കോട്ടൺ ഇവിടെ കൊണ്ടുവന്നാൽ നന്നായിട്ട് ചിലവാണ്ട്. കോട്ടൺ നന്നായിട്ട് ഒതുങ്ങും കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ മടക്കി വെക്കണില്ല, കോട്ടൺ ആയത് കാരണം ഇങ്ങനെ പ്യുവർ കോട്ടൺ ആട്ടോ, മിക്സിങ് ഒന്നുമില്ല, പ്യുവർ കോട്ടൺ. ബ്ലൗസ് പീസ് 890 രൂപയേ ഉള്ളൂ കേട്ടോ. ഇത് ബ്ലൗസ്, ഡോട്ടിൻ്റെ ബ്ലൗസ് നല്ല, അതിൻ്റെ ഡിസൈനും ഇതൊക്കെ. ആ നടുക്കത്തെ ഇതിൻ്റെ 890 ഉള്ളൂ. സൂപ്പർ അടിപൊളി. ഇതാണോ? നന്നായിട്ട് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഫോട്ടോ വരുമ്പോൾ ഞാൻ തന്നെ പേടിച്ചു. ചിരിച്ചുകൊണ്ടിരുന്നില്ലേ എന്നെ കണ്ടാൽ എനിക്ക് പേടിയാവുമോ? മറ്റുള്ളവരുടെ അവസ്ഥ തന്നെ. എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയല്ലേ ചിരിക്കണ മനുഷ്യരുടെ, എനിക്ക് ചിരിക്കുന്നവരുടെ അടുത്ത് നിൽക്കണേ ഇഷ്ടമുള്ളൂ. അപ്പോൾ ദേഷ്യക്കാരെ എനിക്ക് കണ്ണെടുത്ത് കാണാൻ പാടില്ല. കാരണം ഞാൻ പറയട്ടെ, എൻ്റെ വൃത്തികെട്ട പണ്ടത്തെ സ്വഭാവമാണ്. എൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെ കണ്ണെടുത്ത് കാണാൻ പാടില്ല. എനിക്കിങ്ങനെ സൗമ്യതയും താഴായ്മയുള്ളവരെയൊക്കെ ഇഷ്ടം. യേശുപ്പൻ്റെ സ്വഭാവം അവർക്കുണ്ടല്ലോ, അവരുടെ കൂടെ ആണെന്നോ നമുക്കോ സ്വഭാവം കിട്ടിയാലും. മുല്ലപ്പൂമ്പടിയേറ്റി കിടക്കും കല്ലിനുമുണ്ട് സൗരഭ്യം. എനിക്ക് വേണം, ഞാനൊക്കെ ഈ അപ്പനെ കണ്ടായിരിക്കും പഠിച്ചേ. നമ്മൾ കുഞ്ഞിലേ പറയണം യേശുപ്പൻ്റെ. ഞാൻ പൗലോ കുഞ്ഞിന് വാശിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസലാക്കും. എന്നിട്ട് പറയും യേശുപ്പൻ്റെ അതേ സ്വഭാവം എൻ്റെ കൊച്ചിന്, ആരുടെ സ്വഭാവം എൻ്റെ കൊച്ചിനെ കമ്പയർ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പടിയേ ഞാൻ സമ്മതിക്കില്ല. അപ്പം തന്നെ ക്യാൻസൽ ചെയ്തും ബഹളോ തുടങ്ങും. അത് കാരണം ആരും ഒന്നും പറയില്ല, കുഞ്ഞും പറയില്ല, ഉണ്ണിക്കുട്ടനും പറയില്ല. ആരുടെ സ്വഭാവം എനിക്ക് എൻ്റെ കൊച്ചിന് വേണ്ട, എൻ്റെ പൗലോ കുഞ്ഞിന് യേശപ്പൻ്റെ സ്വഭാവം തന്നെ വേണം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചാൽ യേശപ്പൻ്റെ അതേ സ്വഭാവം യേശമ്പരാൻ കൊടുക്കും. പൗലോ കുഞ്ഞിന് സൗമ്യതയും താഴായ്മയും ഉള്ളവൻ ഭൂമിയെ കൈവശമാക്കും. അവൻ ക്രിസ്തുയേശു ലോകപ്രശസ്തനാകും. ബ്ലൂ. ഇനി ഒരു സോഫ്റ്റ് സിൽക്കിൻ്റെ സാരിയാണ്. ഇനി ബോർഡറൊന്നും ഇല്ലാണ്ട് ബോർഡറൊന്നും വേണ്ട എന്നൊക്കെ ഉള്ളവർക്ക്
കോൺട്രാസ്റ്റ് ഇവിടെ മാത്രം കോൺട്രാസ്റ്റും ഉള്ളപ്പടി ഒരു കോപ്പർ ഇങ്ങനെയുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി, നല്ലൊരു സാരി കേട്ടോ. ശരിക്കും ഒറിജിനൽ സിൽക്കിൻ്റെ ഒക്കെ ഫസ്റ്റ് കോപ്പി ഇങ്ങനത്തെ. ബ്ലൗസ് പീസും ബ്ലൂ അല്ലേ, അവിടെ എങ്ങാണ്ടുണ്ടല്ലോ ബ്ലൗസ്. ഇതാ ബ്ലൗസ് അല്ലേ, ഇതാ ബ്ലൗസ്. മുന്താണി പോലത്തെ തന്നെ ബ്ലൗസ്. നല്ല സാരി കേട്ടോ, നന്നായിട്ട് ഒതുങ്ങുകയും ചെയ്യും. വില എന്നാ വില കേട്ടാ നിങ്ങൾ ഞെട്ടും. 799 രൂപ. ഭയങ്കര സോഫ്റ്റായിട്ട് ഇത് ഇങ്ങനെ ഒതുങ്ങും, ഇങ്ങനെ ഒതുങ്ങും. 799 രൂപയോ. കണ്ടോ, ഇത് തന്നെയാട്ടോ ബ്ലൗസ് പീസ്. ഈ ഗ്രീൻ തന്നെ എന്ത് രസമുള്ള കളറല്ലേ. ഇത് കണ്ട കാഞ്ചീപുരം സാരി ഒറിജിനലല്ലെന്ന് വല്ലവർക്കും തോന്നുമോ? ഇതാണ് ഇപ്പോൾ ഈ സെമി സിൽക്ക് വരുമ്പോൾ ഭയങ്കര പ്രശ്നം. ഇത് തന്നെ ഇന്നലെ ഞാൻ പോയ വീട്ടിലെ കല്യാണത്തിന് കാഞ്ചീപുരം സാരി എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ വിലയുള്ളൂ എന്ന് കേൾക്കുമ്പോൾ അവരോടൊക്കെ പറയാൻ പറ്റുമോ? കാത്തു നിന്നുവോ? എനിക്ക് തന്നെ ടെൻഷനാണ്. എൻ്റെ സാരിയുടെ കോൺട്രാസ്റ്റിൻ്റെ കൂട്ടൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും വിഷമമല്ലോ. സോഫ്റ്റ് അടിപൊളി സാധനം. 799. ഗ്രീനും മെറൂൺ അടിപൊളിയാണ്, സൂപ്പർ സംഭവമാണ്. സഫയർ ഗ്രീനും ബ്ലൂ 799 ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് എടുത്തു. നല്ല കോമ്പിനേഷനുകളാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സ് കല്യാണത്തിന് ഒന്ന് വൈകുന്നേരം പോണതിനെ പറ്റി, സാരി കൊടുക്കണതിനെ പറ്റിയൊക്കെ. ഈ മനുഷ്യരുടെ മനസ്സിൻ്റെ കാര്യമല്ലേ. നമ്മൾ ഇവിടെ ഇത്ര സീരിയസ് ആയിട്ട് വീഡിയോ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇന്ന് കല്യാണത്തിന് പോണേ എന്ന് ഓർത്ത് നോക്കാൻ. വേണമെങ്കിൽ മനസ്സ് അമേരിക്കയിൽ പോയിട്ട് വരും. ഇതാണ് രസകരം. നമ്മുടെ മനസ്സൊരു ഭയങ്കര അത്ഭുതമല്ലേ. ഇങ്ങനെ നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനെ എത്ര സ്തുതിച്ച് ആരാധിക്കണം അല്ലേ. ഒരു നമ്മളെന്നൊക്കെ പറഞ്ഞാൽ എന്താ ദൈവമേ, എന്തൊരു വലിയ ലോക ഒരു അത്ഭുതമല്ലേ ഒരു മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്ത് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ലോകത്തിൻ്റെ ഒരു അത്ഭുതമല്ലേ. എന്തൊക്കെ കാണിച്ചാലും ഇങ്ങനെ മനുഷ്യനെയൊക്കെ സൃഷ്ടിക്കാൻ ആർക്കെങ്കിലും പറ്റുമോ അല്ലേ. മനസ്സും ഇതും. ജലദോഷം വന്നാൽ സ്ഥിരമായിട്ടൊരു ജലദോഷം മാറ്റാൻ ഇതുവരെ മനുഷ്യർക്ക് പറ്റാനില്ല. ജലദോഷം വന്നാൽ അപ്പം മരുന്ന് കഴിച്ചാൽ അപ്പം മാറും. പിറ്റേ ആഴ്ച പിന്നെയും ജലദോഷം വന്നു. ഏതെങ്കിലും ഒരു അസുഖം പെർമനൻ്റായിട്ട് മാറ്റാൻ പറ്റണ്ടോ? പിന്നെയാണ് ഈ മനുഷ്യനെ സൃഷ്ടിക്കണം. ദൈവത്തിനോട് കടപിടിക്കാനൊന്നും ആരും നോക്കിയിട്ട് കാര്യമില്ല. ടീൽ ബ്ലൂ, ഡാർക്ക് ബ്ലൂ അടിപൊളി സാരികളാട്ടോ. ചൂടുമില്ല കേട്ടോ, നല്ല സോഫ്റ്റുമാണ്. 799 ഉള്ളൂ. 799 ഉള്ളൂ. അടിപൊളി അടിപൊളി. പെട്ടെന്ന് എടുത്തോ. ഒരു വെറൈറ്റി. എൻ്റെ ദൈവമേ, ഇത്രയും സാധനം പറക്കി 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 പറക്കി. ഓ, ഞാനൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ പണ്ട് 7 കട കയറുവാണ്. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചോട്ട് പണ്ട് സാരി എടുക്കാൻ പോയാലേ എറണാകുളത്തെ എല്ലാ ഷോപ്പും കയറിയാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പം നീ എടുക്കണ്ട, വീട്ടിൽ പോകാമെന്ന് പറയുമ്പോൾ ഏതെങ്കിലും എടുക്കും. അയ്യോ, ഒരു കമ്മൽ മേടിക്കണമെങ്കിൽ എനിക്ക് 7-8 സ്വർണ്ണക്കടയിൽ കയറണം, എന്നാലാണ് സമാധാനമായിട്ട് ഒരു കമ്മൽ മേടിക്കാൻ. അങ്ങനെയാണ്. ചിലർ എന്ത് ക്യുക്കായിട്ട് ഡ്രസ്സുകൾ ഇവിടെ ഒരു ക്യുക്ക് എടുക്കണേ. സഫയർ ഗ്രീൻ, ലൈലാക്കിൻ്റെ ഡാർക്ക് മുന്തിരി കളറല്ലേ. അപ്പോൾ ഇതുപോലെ പറക്കി പറക്കി 100 എടുത്തിട്ടാട്ടോ ഈ സാരികളൊക്കെ കാണിക്കണേ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ, ഇതുപോലെ പറക്കി കൊണ്ടുവന്നതാണ് ഞാൻ. എന്നോട് എപ്പോഴും ഡീലർമാർ പറയും, ഹോൾസെയിൽ കടയിൽ അവർ പറയും ഞാൻ എടുത്തുകൊണ്ട് വേണം ഡ്രസ്സ് തിരിച്ചെടുക്കുള്ളൂ. കാരണം ഞാൻ കിള്ളിപ്പറക്കി നോക്കി ഏറ്റവും പുതിയ മോഡൽ എന്നും ചെല്ലുമല്ലോ, എന്നും ഫോൺ വിളിയും ഓൺലൈൻ നോട്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട്
പോയില്ലെങ്കിൽ പിന്നെ. ഇനി ഒരു സൂപ്പർ സാരി ആട്ടോ, സിൽക്കി കോട്ടയില്. ഇത് എംബ്രോയിഡറി അല്ലേ ദൈവമേ, വലിയ വിലയില്ല കേട്ടോ. ഇത് എംബ്രോയിഡറി ആണ്. ഇത് ഫുള്ള് ലേസ് വർക്കും ഉണ്ട് സാരിക്ക്. സിൽക്കി കോട്ടയം ഇതിന് അടിയായിരിക്കും കേട്ടോ. മൊത്തം ദേ ഇങ്ങനെ വർക്ക്. പിന്നെ ആ പടം എന്ത് ഈ പടം കാണിച്ചു എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും യെല്ലോ സാരി ചോദിച്ചാൽ കിട്ടില്ല കേട്ടോ. യെല്ലോയുടെ മാത്രം പടം അവർ കൊടുത്തിട്ടുള്ളൂ. ഇത് ഇങ്ങനെ, ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ള രൂപം കാണിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കാണിച്ചത്. ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 899 ഉള്ളൂ. ഈ സാരിക്ക് ഇത് അവരൊക്കെ പിരികം ചുടുക ഇപ്പോൾ കെട്ട് പൊട്ടിച്ച് കയറ്റിയുള്ളൂ. 899 ഉള്ളൂ. അതിൻ്റെ ബ്ലൗസ് ദേ പ്ലെയിൻ അല്ലേ ബ്ലൗസ് അല്ലേ അല്ലേ എവിടെ? ആ ഇതാണോ? ഇതായിരിക്കും. ലേസൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. പ്ലെയിൻ ബ്ലൗസ്, വർക്കൊന്നുമില്ലെന്ന് തോന്നുന്നു ബ്ലൗസിൽ. അയ്യോ എന്തെല്ലാം സാരിയാന്ന് ഓർത്തുക. ഇതൊരു പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല. എന്നിട്ട് ഞാൻ കൊതി വഴക്കടിച്ച് ഇറങ്ങിപ്പോന്ന കാരണം ഈ തവണ വന്ന കെട്ട് വന്നപ്പോൾ തന്നെ എനിക്കവർ കയറ്റി വിട്ടതാ. എനിക്കിങ്ങനത്തെ സാധനമൊക്കെയാണ് ഏറ്റവും ഇഷ്ടം. ഇതിന് അതിൻ്റെ തന്നെ വേറെ ഡിസൈനാട്ടോ. ഇതിങ്ങനെ ബോർഡറൂടെ ഉണ്ട് കേട്ടോ. സാരിക്കൊരു ബോർഡറൂടെ വേണ്ടത് ഇഷ്ടമുള്ളവർ ഇങ്ങനെ എടുക്കുക. 899 രണ്ടിനും വിലയുള്ളൂ. നല്ലൊരു പേസ്റ്റൽ കളർ, ലൈലാക്കിൻ്റെ ലാവണ്ടറിൻ്റെ ഒരു പേസ്റ്റൽ ലൈറ്റ് ഷെയ്ഡ്, ന്യൂഡ് ഷെയ്ഡായിട്ടൊരു നല്ലൊരു പീച്ച് കളർ. എല്ലാം അടിപൊളി കളറാട്ടോ. ഇത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പം കിട്ടിയില്ലെങ്കിൽ എത്ര നാൾ മുമ്പ് ഞാൻ ബുക്ക് ചെയ്താന്ന് പറയാം ഇത് കണ്ടിട്ട്. പിന്നെ ഇപ്പോൾ ഉടനെ ഒന്നും കിട്ടൂല കേട്ടോ. ചാടി എടുത്തോട്ടോ. പ്ലെയിനാണ് ബ്ലൗസ് പീസ്. ഇത് സൂപ്പർ സംഭവം ഈ വിലയ്ക്ക്. 899 ഉള്ളൂ എന്ന് നോക്കണം. സോഫ്റ്റ് സാരി. ഇതാണ് അതിൻ്റെ അടുത്ത ബോർഡറിൻ്റെ ഡിസൈൻ വ്യത്യാസം. ആകെ വില ഇതിൻ്റെ ഉള്ളൂ എന്ന് നോക്കണം കേട്ടോ. $899 ഉള്ളൂ. അടിപൊളി കളേഴ്സാണ്. ഇതൊരു ചാപ്പങ്ങ പീച്ച് എന്ന് പറയും. അതിൻ്റെ പേസ്റ്റ് കളറാണ്. വേറെ ഡിസൈൻ ഒറ്റ ഡിസൈനുള്ളൂ. അതിൽ ആ ഒറ്റ ഡിസൈനുള്ളൂ കേട്ടോ. യെല്ലോ. പിന്നെ സാരി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല പ്രയോജനമുണ്ട്. ചുരിദാറ്, ഷോള് അങ്ങനെയൊക്കെ ആക്കാം. കുറച്ച് നാൾ സാരി കൊടുത്തിട്ട് 899 ഉള്ളൂ. അതിൻ്റെ വേറെ ഡിസൈൻ. $899. കുറേ കളേഴ്സ് ഉണ്ട്. അത് കാരണം തികയുമായിരിക്കും എന്ന് വിചാരിക്കണോ. അടിപൊളി സാരി ആട്ടോ. ഈ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു അസറ്റ് ചെയ്ത് 899. നല്ല കളേഴ്സ്. ഇതിനൊക്കെ വേണമെങ്കിൽ വെള്ള ബ്ലൗസ്, സ്റ്റൈൽ ബ്ലൗസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉടുക്കാട്ടോ. വില ഇത്രയല്ലേ ഉള്ളൂ, 899. ഇതൊന്നും ഇനി ഇപ്പം അടുത്ത് കിട്ടില്ല. ബുക്ക് ചെയ്തവർക്കൊക്കെ വീതം വെച്ച് കൊടുക്കുകയാണ്. 899 ഉള്ളൂ. അടിപൊളി സാരി, അടിപൊളി. ഇനി ലിനൻ്റെ ഒരു സാരി കാണിക്കാവേ. ലിനൻ്റെ ഒരു വെറൈറ്റി സാരി. ഇങ്ങനെ ഒരു ബാത്തിക് ഡിസൈൻ ബോർഡറിലുണ്ട്. ഉള്ളിത് ഇങ്ങനെ പ്രിൻറ്റും. ലിനൻ സാരിക്ക് ഇപ്പോൾ വേനക്ക് ഭയങ്കര ഡിമാൻഡായിരിക്കും. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണെന്ന് തോന്നുന്നു അല്ലേ? ആ, ബ്ലൗസ് പീസ് പ്ലെയിൻ ആട്ടോ. ആകെ റേറ്റ് 1199 ഉള്ളൂ. 1199 ഉള്ളൂ. പ്യുർ ലിനൻ സാരി ആട്ടോ. അടിപൊളി സാരിയാണ്. അതിൻ്റെ 2 ഷെയ്ഡുണ്ട്. കണ്ടോ, പെട്ടെന്ന് എടുത്തു. സാരിയുടെ വൻ കളക്ഷൻ അല്ലേ. ഒരു ഓണസദ്യ തന്നെ വിളമ്പിയില്ലേ. ഇനി എത്ര മിനിറ്റായി?
ഇനി ഇത് കണ്ടോ, ഇത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തതാ, പക്ഷെ ഭയങ്കര ഡിമാൻഡാ. റീസ്റ്റോക്ക് വന്നതാ. എത്ര? 599 രൂപയുള്ളേ. 599 ഉള്ളൂ. അടിപൊളി സൂപ്പർ സംഭവം. പെട്ടെന്ന് എടുത്തോട്ടോ. നല്ല രസം. ഇതിന് വിത്ത് ബ്ലൗസൊന്നും കാണില്ല. നമ്മളെന്തേലും ഡിസൈനർ ബ്ലൗസോ പ്രിൻ്റ് ബ്ലൗസൊക്കെ ഇട്ട് ഒരു കോളറൊക്കെ വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരി ജൂലി മുടിയൊക്കെ ബോബ് ചെയ്തേ, എന്നിട്ട് ഇവിടുന്ന് മെല്ലിച്ചായിട്ടിരിക്കണേ കോളർ ബ്ലൗസൊക്കെ ഇട്ട് ഒരു സാരി കൊടുത്ത് വലിയ ഇതൊന്നും അല്ലാത്തൊരു സാരി, ഒരു കാഞ്ചിപുരം ഒന്നുമല്ല. എന്തൊരു ഭംഗിയായിരുന്നു, ഭയങ്കര ഒരു ലുക്ക്. മെല്ലിച്ചായിട്ടിരിക്കണേ. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവിടുന്ന് ബ്ലൗസൊക്കെ ഇട്ട് എന്തായാലും സ്ഥിതി. ഓരോരുത്തർക്കും ഓരോന്നല്ല ചേരണം. 599 ഒത്തിരി നല്ല സാരിയാണ്. അടിപൊളി കളേഴ്സൊക്കെ ആട്ടോ. ആ സാരി കാണിച്ചോ. അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ടിക്കറ്റ് തോന്നിക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് തോണ്ടി വിട്ടാൽ എൻ്റെ പിതാവ് ഞങ്ങൾക്കത് എന്ത് ഈ ക്ഷാമകാലത്ത് യേശുമ്പരാൻ നിങ്ങളെ പോലെ ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെ കൊണ്ട് എന്നെ ഈ ക്ഷാമകാലത്ത് ക്ഷേമത്തോടുകൂടി എന്നെ പോറ്റി പുലർത്തുന്നത്. അപ്പോൾ യേശുമ്പരാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ ഒന്ന് ഷെയറൊക്കെ ചെയ്തേരെ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും യേശുമ്പരാൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.